ചേരുന്നു. ശ്രീ ടി.സി. മാത്യു, ഈ ബഡ്ജറ്റ് വളരെ ജനപ്രിയമായ ഒരു ബഡ്ജറ്റ്, കൂടുതൽ പേർക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുള്ള ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതിയിൽ സ്ലാബിൽ വന്ന ഇളവൊക്കെ ലക്ഷങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഇളവുകളാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ബഡ്ജറ്റിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ബജറ്റ് കുറെ വിഭാഗം ആൾക്കാരുടെ പ്രതീക്ഷകൾക്ക് ഒരു സാഫല്യം ഈ ബജറ്റിൽ ലഭിച്ചിട്ടുണ്ട്. കുറെ കാലമായിട്ട് ആദായ നികുതിയിൽ കാര്യമായ ആനുകൂല്യമൊന്നും കിട്ടാതിരുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് തങ്ങളെ പരിഗണിച്ചു എന്നുള്ള ഒരു ധാരണ ജനിപ്പിക്കുന്നുണ്ട്. അതേസമയം മൂലധന ചെലവ് ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ നിന്ന് കൂടുതൽ മൂലധനം വരുന്നതിനുള്ള ഒരു പ്രേരണ എന്നുള്ള രീതിയിലാണ് സർക്കാരിന്റെ മൂലധന ചെലവിനെ നമ്മൾ കാണേണ്ടത്. കാരണം സർക്കാരിന്റെ മൂലധന ചെലവ് എന്ന് പറയുന്നത് ഏതാണ്ട് GDP-യുടെ ഒരു 4% മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ബജറ്റിൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് 3.3%. അത് ഇഫക്റ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പണവും കൂടി ഉൾപ്പെടുത്തിയാലും 4.5% വരുന്നുള്ളൂ. GDP-യുടെ 30% മുകളിൽ വേണ്ടതാണ് ഒരു മൂലധന നിക്ഷേപം നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ വളർച്ചയുടെ ആവശ്യത്തിന്. അപ്പൊ ആയതിലേക്ക് ഒരു തുടക്കം എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒന്നാണ് മൂലധന ചെലവ് വന്നിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയാവുന്ന ഗുണകരമായ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേരിൽ ദരിദ്ര വിഭാഗങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി, അതിനുള്ള അടങ്കൽ 66% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 79,000 കോടി രൂപയിലേക്ക് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഒന്ന്, ഹൗസിംഗ് എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക്, ഭവനരഹിതരായിട്ടുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നു. 2, നിർമ്മാണ മേഖലയ്ക്ക് അതൊരു പ്രോത്സാഹനമാകുന്നു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക്, പ്രത്യേകിച്ചും റോഡുകളുടെ കാര്യത്തിന്, റെയിൽവേയുടെ കാര്യത്തിനും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നതിനെ അംഗീകരിക്കാതിരിക്കാൻ വയ്യ. അത് കാരണം പ്രയോജനപ്രദമായ കാര്യമാണ്. ഇതിന്റെയൊക്കെ ഒരു ടാക്സ് മൾട്ടിപ്ലയറും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരിയേറെ വികസനം കൊണ്ടുവരുന്ന കാര്യങ്ങളാണത്. അതുപോലെ ആദായ നികുതിയുടെ കാര്യത്തിൽ ഇപ്പോൾ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ട എന്ന രീതിയിൽ ഇപ്പോൾ 5 ലക്ഷം വരെയുള്ളവർക്കായിരുന്നു ആ ആനുകൂല്യം. അത് ഏതാണ്ട് 6 വർഷമായിട്ട് തുടരുന്ന ഒന്നാണ്. ഇപ്പോൾ അത് 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കും കൂടി ആ ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സ്ലാബുകളുടെ എണ്ണം കുറച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 7 സ്ലാബുകൾ ഉണ്ടായിരുന്നതാണ്, അത് 5 സ്ലാബായിട്ട് കുറച്ചു. ഇപ്പോഴത്തെ പുതിയ നിരക്കുകൾ വന്നിരിക്കുന്നതനുസരിച്ച് 3 മുതൽ 6 വരെ ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് 5% എന്നാണ് നിരക്ക് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ അവർക്ക് റിബേറ്റുകളോട് കൂടി വരുമ്പോൾ നികുതി ഇല്ലാതെ ഒഴിവാകാൻ പറ്റും. 6 മുതൽ 9 വരെ ലക്ഷം വരുമാനമുള്ളവർക്ക് 10% നികുതി. 9 ലക്ഷം രൂപ വരുമാനമുള്ളവർ പ്രായോഗികമായിട്ട് 45,000 രൂപ കൊടുത്താൽ മതിയെന്നാണ് പറയുന്നത്. അതായത് അവരുടെ വരുമാനത്തിന്റെ 5%. അത് തികച്ചും ഒരു സ്വാഗതം ചെയ്യപ്പെടുന്ന നിർദ്ദേശമാണ്. 9 മുതൽ 12 വരെ ലക്ഷം വരുമാനമുള്ളവർക്ക് 15%, 12 മുതൽ 15 വരെ ലക്ഷം വരുമാനമുള്ളവർക്ക് 20%, അതിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 30 ലക്ഷം. അപ്പോൾ നേരത്തെ 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 30% ആയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 15 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30% ആയിരിക്കുന്നത്. തികച്ചും സ്വാഗതാർഹമായൊരു നിർദ്ദേശം എന്ന രീതിയിൽ സ്വീകരിക്കും. അതേസമയം ഏറ്റവും ഉയർന്ന നികുതി നിരക്ക്, രാജ്യത്തെ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് 42.7% ആയിരുന്നത് അത് 39% കുറച്ചത് കുറച്ചു പേർക്ക് വളരെ നല്ല അഭിപ്രായം തോന്നുമെങ്കിലും അത്ര ശ്ലാഘനീയമാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ബ്രിട്ടനിൽ ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തതിന്റെ പേരിലാണ് ഒരു പ്രധാനമന്ത്രിക്ക് സ്ഥാനം പോകേണ്ടി വന്നതെന്നും കൂടി ഓർക്കുക. ഇവിടെ ഒരുപക്ഷെ അത്രയും രൂക്ഷമായ പ്രതികരണം ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഉന്നത വിഭാഗങ്ങൾ, ഏറ്റവും ഉന്നതമായ വിഭാഗത്തിലുള്ളവർക്ക് ഇത്രയും ഒരു ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. സർചാർജുകളും മറ്റുമായിട്ടാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. അവരുടെ സർചാർജ് 37%-ൽ നിന്ന് 25% കുറച്ചു. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി കഴിയുന്നവരാണോ അവരെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പക്ഷപാതം എവിടെയാണെന്നുള്ളതാണ് കൂടുതൽ വരുന്നത്. അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഒത്തിരിയേറെ ഇനങ്ങൾക്ക് നികുതി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കുറെ കാലങ്ങളായിട്ടൊക്കെ ആഗോളവൽക്കരണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കസ്റ്റംസ് ഡ്യൂട്ടികൾ കുറയ്ക്കണമെന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ 3-4 വർഷമായിട്ട് നമ്മുടെ ഗവൺമെന്റും മറ്റു പല ഗവൺമെന്റുകളും ആഗോളവൽക്കരണത്തിൽ നിന്ന് പയ്യെ പുറകോട്ട് പോവുകയാണ്. സ്വദേശി വ്യവസായങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതിക്ക് വലിയ തോതിലുള്ള
നികുതി ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒത്തിരിയേറെ പേര് പ്രചാരണം നടത്തുന്നുണ്ട് എങ്കിലും ആ പ്രചാരണങ്ങൾ വകവയ്ക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല. കാരണം ആഭ്യന്തര വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാതെ ആഗോള വാണിജ്യത്തെ മാത്രം പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്ന തിരിച്ചറിവാണ് ഗവൺമെന്റുകൾക്കുള്ളത്. ആ ഒരർത്ഥത്തില് അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിന്റെ ആനുകൂല്യം കാർഷിക മേഖലയ്ക്കും മറ്റും ലഭിക്കുന്ന രീതിയിലാണോ നികുതികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ ശ്രീ സാർ സൂചിപ്പിച്ചതുപോലെ കോമ്പൗണ്ട് റബ്ബറിന്റെ കാര്യത്തിൽ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലത് തന്നെ. പക്ഷെ അതുപോലെ മറ്റേതെല്ലാം മേഖലകളിൽ പ്രയോജനമുണ്ട് എന്നുള്ളത് വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കുറെ സമയമെടുക്കുന്ന കാര്യമാണ്. കാരണം ഈ നോട്ടിഫിക്കേഷനുകളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം. 300-ലേറെ ഇനങ്ങൾക്കാണ് നികുതിയിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നും പരിശോധിച്ചെങ്കിലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് ധനകമ്മി 5.9% കുറയ്ക്കണമെന്നുള്ള മുൻ ലക്ഷ്യം നിലനിർത്തിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഈ വർഷത്തെ 6.4-ൽ കമ്മി നിർത്താനും സാധിച്ചു. അത് പ്രധാനമായിട്ടും രാജ്യത്ത് കൂടുതൽ നികുതി വരുമാനം ഉണ്ടായത് ആണ് കാരണം. നികുതി വരുമാനം ഉണ്ടായതിന് 2 കാരണമുണ്ട്. ഒന്ന് വിലക്കയറ്റം, രണ്ടാമത്തത് നികുതി സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കണക്കുകൂട്ടലുകളേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു രാജ്യത്തെ വളർച്ച നിരക്ക്. ഇപ്പോൾ ഗവൺമെന്റിന്റെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും യാഥാസ്ഥിതികമാകുന്നതിന്റെ പ്രശ്നമുണ്ട്. അടുത്ത വർഷത്തേക്ക് 11% വളർച്ച ഉണ്ടാകുമെന്ന്, നോമിനൽ വളർച്ച അല്ലെങ്കിൽ തന്നാണ്ട് വിലയിലെ വളർച്ച ഉണ്ടാകുമെന്ന് ഇക്കണോമിക് സർവേയിൽ പറയുന്നു. പക്ഷെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്ന 10% വളർച്ച വെച്ചിട്ടാണ്. അപ്പോൾ 11-11.5% വളർച്ച ഉണ്ടായാൽ ബജറ്റിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകും. അത് ഗവൺമെന്റുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു ബഫർ നയമാണ് എന്ന് വിചാരിക്കാം. ഏതായിരുന്നാലും ബജറ്റ് ഒറ്റ നോട്ടത്തില് ഒരു നിശ്ചിതമായ ലക്ഷ്യങ്ങൾ തന്നെ മുൻനിർത്തി പോകുന്നതാണ്. എന്നാൽ ഇത് എത്രമാത്രം തൊഴിൽ വർധനയ്ക്കും അതുപോലെ തന്നെ മൂലധന നിക്ഷേപത്തിനും വഴി തെളിക്കും എന്നുള്ളത് പ്രായോഗിക തലത്തിൽ കൂടുതൽ വിശദമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ശ്രീ ടി.സി. മാത്യു, വളരെ താങ്കളുടെ പ്രതികരണത്തിന് യൂത്ത് കോൺഗ്രസ്